യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ അവനെന്ന് ഗർജിച്ചാൽ മതി. സ്തോത്രം. അവന് തല ഉയർത്തിയാൽ മതി. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാല ശ്രദ്ധിക്ക്, നാം അവന്റെ സന്താനങ്ങളാണ്. ഇവിടെ വായിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സമൂഹവും ആരും ഭയപ്പെടുത്താതെ സമൂഹവും സമൂഹയും ബാലസമൂഹവും സഞ്ചരിച്ചു പോകുന്ന സമൂഹ ഗുഹയും ബാലസമൂഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ എവിടെ ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, സമൂഹം സഞ്ചരിക്കുന്നത് ഭയപ്പെട്ടുകൊണ്ടല്ല കേട്ടോ, വിറച്ചുകൊണ്ടല്ല, അവൻ പേടിച്ച് വരണ്ട അരണ്ട ഇങ്ങനെ അയ്യോ പത്തോ എന്ന് പറഞ്ഞല്ല സഞ്ചരിക്കുന്നത്. അവൻ ഒന്നിനെയും ഭയമില്ല, അവന് ഒന്നിനെയും ഭയമില്ല. അവനെ കണ്ട് ബാലനും ഭയപ്പെട്ട് മാറി നിൽക്കും. പണ്ടൊക്കെ പെന്തക്കോസ്തിന്റെ ആരംഭ നാളുകളിൽ ദൈവജനത്തെ പോലും ദേശത്തുള്ളവർക്ക് പേടിയായിരുന്നു. ദേവദാസന്മാരെ അതിനപ്പുറം പേടിയായിരുന്നു. ഇപ്പൊ പേടിയൊക്കെ പോയി. ഇപ്പൊ തലയിൽ കൂടെ കയറി എന്ന് നിരങ്ങുക. ഗോത്രം. കാര്യം എന്താണെന്നറിയാവോ? ദൈവം കൊടുത്ത ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു പൊളിച്ചു. ദൈവം കൊടുത്തൊരു കൃപയുണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു പൊളിച്ചു. വിശുദ്ധി നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ നീതിയും വിശുദ്ധിയുള്ള പുരുഷനാകയാൽ ഹേരോദാവ് ഭയപ്പെട്ടു പോന്നു. ഒരു ഹേരോദ രാജാവ് ഈ നിസാര മനുഷ്യനായ സ്വാമി യോഹന്നാനെ ഭയപ്പെടാൻ എന്താ കാര്യം? അവനെ കുറിച്ച് വായിക്കുന്ന എങ്ങനെയാ? അവൻ നീതിയും വിശുദ്ധിയുള്ള പുരുഷനാണ്. കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ദേശത്ത് പാർത്താലും എവിടെ പാർത്താലും ഹല്ലേലൂയ, നിങ്ങളെ മറ്റുള്ളവർ ഭയപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നീതി ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം, ദൈവകൃപ ഉണ്ടായിരിക്കണം. ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടും. വിശുദ്ധി നഷ്ടപ്പെട്ട ഒരു ജനതയാണ് നമുക്ക് പലർത്തും കാണാൻ കഴിയുന്നത്. നീതിയില്ലാത്തൊരു ജനതയാണ് നമുക്ക് പലർത്തും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയാമോ? പിശാചിന് മുമ്പിൽ നമ്മൾ ഭയന്ന് വിറയ്ക്കുകയാ, നമ്മൾ ഹല്ലേലൂയ ഇട്ടിട്ട് ഓടിപ്പോവുകയാ. ഹല്ലേലൂയ പ്രതികൂലങ്ങളുടെ മുമ്പിൽ നമ്മൾ ഭയപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ദൈവകൃപ ഏറ്റെടുക്കട്ടെ, ദൈവശക്തി നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. ദൈവശക്തിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. 137 സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയാകുന്ന ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ ഉള്ളത്തിൽ ബലം നൽകി എന്നെ ഒന്ന് ധൈര്യപ്പെടുത്തണമേ. പലപ്പോഴും നമ്മുടെ ബലം ചോർന്നു പോകാറുണ്ട്, ധൈര്യം ചോർന്നു പോകാറുണ്ട്. പ്രശ്നങ്ങൾ അഭിമുഖിക്കുമ്പോൾ അതിന് അടുത്ത ഘട്ടം എങ്ങനായിരിക്കും, അടുത്ത സാഹചര്യം എങ്ങനായിരിക്കും എന്നൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ ഭയം ചോർന്നു പോകാറുണ്ട്, ധൈര്യം ക്ഷീണിച്ചു പോകാതെ നഷ്ടപ്പെടാറുണ്ട്. അവിടെയൊക്കെ നാം ബലപ്പെടണം, ദൈവകൃപയിൽ ബലപ്പെടണം. അല്ലെങ്കിൽ പിന്നെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതുന്ന 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വായിക്കുന്നത്, എന്റെ മകനെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടുക, ശക്തിപ്പെടുക. എഫെസ്യർ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. പുറമേയുള്ള ശക്തിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അകത്തൊരു ശക്തി ഉണ്ടായിരിക്കണം, അകത്തൊരു ബലം ഉണ്ടായിരിക്കണം. ഈ ബലം അങ്ങോട്ട് സടകുടന്ന് എഴുന്നേൽക്കും. ഈ ബലം അങ്ങോട്ട് പ്രാപിക്കട്ടെ, അത് നമുക്ക് ധൈര്യമായി പുറത്തേക്ക് വരുവാൻ തക്കവണ്ണം ഇവിടെയാ. അപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന്റെ ആത്മാവ് പറയുന്നത്, ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ടവരല്ല, സുമുഖത്തെ പോലെ ഒന്നിനെ ഭയപ്പെടാതെ അവൻ തല ഉയർത്തി സഞ്ചരിക്കേണ്ടവരാണ്. നമുക്ക് പലപ്പോഴും അതിന് കഴിയുന്നില്ല. പല പ്രശ്നങ്ങളെ കണ്ട്, പല പ്രതികൂലങ്ങളെ കണ്ട്, അവസ്ഥകളെ കണ്ട് നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ എല്ലാം നിരാശപ്പെട്ട് തല കുനിച്ചിരിക്കുകയാണ്. ഏലിയാവിനെ പോലെ ബേർശേബയുടെ മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തലയിൽ പോയിരുന്നിട്ട് മതി യഹോവേ മതി എന്ന് പറഞ്ഞ് നീ ഇപ്പോൾ എന്റെ പ്രാണനെ എടുക്കണമെന്ന് ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന, വിലപിക്കുന്ന ഒരു മനോഭാവമല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ മനോഭാവം മാറട്ടെ, ആ ചിന്താഗതി മാറട്ടെ. ഇന്ന് പകൽക്കാലം ധൈര്യം ഏറ്റെടുക്കട്ടെ, ഏറ്റെടുക്കട്ടെ. നിന്നെ വിളിച്ച ദൈവം, ദൈവം വിശാലമായ വിശ്വസ്തനായ ദൈവമാണ്. അവൻ ബലവാനായ ദൈവമാണ്. അവൻ യഹൂദ ഗോത്രത്തിലെ സമൂഹമാണ്. ഇന്ന് പകൽക്കാലം അവന്റെ സന്താനമായ നാം ഹല്ലേലൂയ ഭയപ്പെട്ടുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ഒന്നിനെ ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോവാൻ ദൈവത്തിന്റെ കൃപ നമുക്ക് ആവശ്യമാണ്. വായിച്ചത് ആരും ഭയപ്പെടാതെ, ആരും ഭയപ്പെടുത്താതെ. അവനെ ആർക്കും ഭയപ്പെടുത്താൻ ഒക്കത്തില്ല, സമൂഹത്തെ ആർക്കും ഭയപ്പെടുത്താൻ ഒക്കത്തില്ല, ഒരു കാരണവശാലും ഇതിനെ ഭയപ്പെടുത്താൻ ഒക്കത്തില്ല.
നോക്കണം, ആരും ഭയപ്പെടുത്താതെ സിംഹിയും ബാലസിംഹവും സഞ്ചരിച്ചു പോകുന്ന സിംഹ ഗുഹയും ബാലസിംഹങ്ങളുടെ മേച്ചിൽപ്പുറവും എവിടെ? 12-ാം വാക്യം പറയുന്നത് സിംഹം, ഇനി ഞാൻ വളരെ ചിന്തിക്കേണ്ടത്, സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാവോളം കടിച്ചു കീറി വെക്കും. ശ്രദ്ധിച്ചേ, സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാവോളം ഇര തേടി പോകുന്നത് സിംഹം. പ്രസവിച്ചു കിടക്കുന്ന സിംഹി ചില നാളുകൾ ഇര തേടി പുറത്തു പോകാറില്ല, ഗുഹയ്ക്കകത്തായിരിക്കും. അതിനോട് കൂടെ ബാലസിംഹം കിടക്കും. എന്നാൽ ആ നാളുകളൊക്കെ ഇര തേടി പുറത്തു പോകുന്നത് സിംഹമാണ്. ഒരിക്കൽ പോലും ഒരു സിംഹം ഇര തേടി പോയിട്ട് ഇന്ന് ക്ഷാമമായിരുന്നു, അതുകൊണ്ട് ഒന്നും കിട്ടിയില്ല, കിട്ടിയത് കഴിച്ചാൽ മതി എന്ന് പറയത്തില്ല. ഞാൻ ഒത്തിരി പരിശ്രമിച്ചു, ഞാൻ ഒത്തിരി തന്ത്രങ്ങൾ ഉപയോഗിച്ച് നോക്കി. ഇതൊന്നും അല്ല പറയുന്നത്. എവിടെ ഇര കിട്ടുവോ, എവിടെയാണോ ഇരയുള്ളത് അവിടേക്ക് പോയി, ഒന്നിനെ ഭയപ്പെടാതെ പോയി ഇര തേടി പിടിച്ചുകൊണ്ടുവരും. അതെത്ര വിദൂരത്തരായാലും, അതെത്ര ശക്തന്മാരുള്ള മറ്റ് മൃഗങ്ങളുള്ള കാടായാലും കൊള്ളാം, എവിടെയായാലും കൊള്ളാം, എവിടെയാണോ ഇരയുള്ളത് അവിടേക്ക് അത് ഓടി അത് പോകും. എന്നിട്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാവോളം. ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് വായിച്ചാൽ, The lion killed enough for his cubs and strangled the prey for his mate, filling his lairs with the kill and his dens with the prey. Okay. ശ്രദ്ധിച്ചേ, മതിയാവോളം. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, മതിയാവോളം. ദൈവം തന്റെ മക്കൾക്ക് നൽകുന്നത് സ്വർഗത്തിൽ ഭയങ്കര ക്ഷാമം, അതുകൊണ്ട് ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞല്ല. നിങ്ങൾ വായിച്ചിട്ടില്ലയോ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? വായിച്ചിട്ടുണ്ടോ? പൗലോസ് പറയുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് ഏറ്റവും വിലപിടിപ്പുള്ളതായിരുന്നു സ്വന്തം പുത്രന്. ആ സ്വന്തം പുത്രനെ നൽകിത്തരാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വിലപിടിപ്പുള്ളതൊന്നും സ്വർഗത്തിലില്ല. അതാ പൗലോസ് പറഞ്ഞ ആശയം. അവനോട് കൂടെ സകലത് നമുക്ക് നൽകാതിരിക്കുമോ? പിന്നെ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യവനനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ല, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. വായിച്ചിട്ടുണ്ടോ വാക്യം? അടുത്താണ് റോമാലേഖനം 12-ാം വാക്യം. അപ്പൊ ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും കർത്താവ് യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. വ്യത്യാസമൊക്കെ നമുക്കാ അല്ലേ? ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. ദൈവം മുഖപക്ഷം കാണിക്കുന്നവനല്ല. ആര് തന്നെ വിളിച്ചപേക്ഷിക്കുന്നു, സ്തോത്രം, യഹൂദനെന്നോ എന്ന് പറഞ്ഞ യഹൂദനെന്ന് പറഞ്ഞ ദൈവം തെരഞ്ഞെടുത്ത ജനമാ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കൂട്ടം ജനമായ യഹൂദർ. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ദൈവത്തിന് യഹൂദനെന്നോ യവനെന്നോ വിജാതിയൻ, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. എന്നിട്ട് പറയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും. ഇന്ന് പകൽക്കാല സഹോദര, നിന്റെ ആവശ്യം എന്താണ്? സഹോദരി, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഒരു കാര്യം ചെയ്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്ക്, അവൻ നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാണ്. ഹല്ലേലൂയ. ഭൗതിക വിഷയത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, സമാധാന വിഷയത്തിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ, മറ്റേതെങ്കിലും വിഷയത്തിലാണ് ജനിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽക്കാല
പകൽക്കാലം അവനെ വിളിച്ചപേക്ഷിക്ക്. അവന്റെ സമ്പന്നതയ്ക്ക് തക്കവണ്ണമായി നിന്നെ നിറയ്ക്കുവാൻ അവൻ സമ്പന്നനാണ്. ഈ ഹോളിനുള്ളിൽ കൂടിയിരിക്കുന്ന ജനത്തിന് മാത്രമല്ല, ലോകത്തിലുള്ള ഹല്ലേലൂയ സർവ്വർക്കും ഹല്ലേലൂയ സ്തോത്രം. ആരൊക്കെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നു, അത് കേരളത്തിൽ ഇരുന്ന് വിളിച്ചപേക്ഷിച്ചാലും, ഈ ജർമ്മനിയിൽ ഇരുന്ന് വിളിച്ചപേക്ഷിച്ചാലും, ഈ ചിലിയിൽ ഇരുന്ന് വിളിച്ചപേക്ഷിച്ചാലും, ഹല്ലേലൂയ മധ്യപ്രദേശിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാലും, യൂറോപ്പിൽ ഇരുന്ന് വിളിച്ചപേക്ഷിച്ചാലും, അമേരിക്കയിൽ ഇരുന്ന് വിളിച്ചപേക്ഷിച്ചാലും, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാ. അവൻ സമ്പന്നനാ. അവന്റെ സമ്പന്നതയ്ക്ക് തക്കവണ്ണമായിട്ടാ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. സ്തോത്രം. അവന്റെ സമ്പന്നതയ്ക്ക് തക്കവണ്ണം ഒരു കാര്യം ചെയ്താൽ മതി, വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിന് മുഖപക്ഷമില്ല, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. വായിച്ചത് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ല. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം അവൻ സമ്പന്നനാണ്. അവൻ സമ്പന്നനാണ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ, അവന്റെ സമ്പന്നത അത്ര വലുതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ശൂന്യതയില്ല, അവിടെ ഉഴാമി ഹല്ലേലൂയ കുറവില്ല. ഇന്ന് പകൽക്കാലം അവന്റെ സമ്പന്നതയ്ക്ക് തക്കവണ്ണമായി നിന്നെ നിറയ്ക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ അവൻ വിശ്വസ്തനാണ്. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണല്ലോ, 12-ാം വാക്യത്തിൽ വായിച്ചത്, സിംഹം തന്റെ കുട്ടികൾക്ക് മതിയാവോളം കടിച്ചു കയറി വെക്കും. സ്തോത്രം. ഇര തേടി പുറത്തു പോകുന്ന സമൂഹം തന്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം കൊടുക്കുന്നത് മതിയാവോളമാണ്. മതിയാവോളം, മതിയാവോളം. സ്തോത്രം. ഹല്ലേലൂയ. സവിശേഷനായിട്ട് കൊടുക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞല്ല, സ്തോത്രം, മതിയാവോളം കൊടുക്കും. ഇത് പകൽക്കാലം ദൈവം നിന്റെ ആവശ്യം നിറവേറുന്നത് അല്പമായിട്ടല്ല, ആ മതിയാവോളം, നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുവോളം, നിനക്ക് തൃപ്തി ഉണ്ടാവുവോളം, ഹല്ലേലൂയ, മതിയാവോളം നിന്റെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതന്റെ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ സ്നേഹിതന്റെ വീട്ടിൽ വന്ന് അവന്റെ കഥകിന് മുട്ടി. ഒന്നും പറഞ്ഞിട്ട് പറയാണ്, അർദ്ധരാത്രിയിൽ ഒരു സ്നേഹിതൻ എന്റെ വീട്ടിൽ വന്നു, അവനെ വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഒന്നുമില്ല. അതുകൊണ്ട് സ്നേഹിത, എനിക്ക് എഴുന്നേറ്റ് 3 അപ്പം വായ്പ തരണം. 3 അപ്പം വായ്പ തരണം. അകത്ത് നിന്ന് സ്നേഹിതൻ പറഞ്ഞു, അതിലൊരു കഥ കടച്ചിരിക്കുക, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു, അവ എഴുന്നേറ്റ് തരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. പറയട്ടെ, അവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ വായിക്കുകയാണ്, അവൻ ഹല്ലേലൂയ ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന മൊത്തം ഹല്ലേലൂയ എഴുന്നേറ്റ് അവിടുന്ന് വേണ്ടുന്നിടത്തോളം എടുത്തു കൊടുത്തു. 3 അപ്പം വായ്പ ചോദിച്ചവന് 3 അപ്പം എന്നാ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, അവന് വേണ്ടുന്നിടത്തോളം എടുത്തു കൊടുത്തു. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമ്മൾ ചോദിച്ചത് മാത്രമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, നനച്ചത് മാത്രമല്ല, ഇന്ന് പകൽക്കാലം വേണ്ടുന്നിടത്തോളം എടുത്തു തരുവാൻ കഴിവുള്ള ഒരു നല്ല കർത്താവ്, ഒരു നല്ല സ്നേഹിതന്റെ പാദപീഠത്തില ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ലജ്ജ കൂടാതെ മുട്ട്. ഹല്ലേലൂയ. ആ ഹല്ലേലൂയ കഥകിന്മേൽ ലജ്ജ കൂടാതെ മുട്ട്. അവന് വേണ്ടുന്നിടത്തോളം നിനക്ക് എടുത്തു തരുവാൻ ശക്തനാണ്. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ വായിച്ചത്, സമൂഹം തന്റെ കുട്ടികൾക്ക് മതിയാവോളം. എങ്ങനെ? 2010 മതിയാവോളം നിങ്ങൾക്ക് ലഭിച്ചോ? ഇല്ല അല്ലേ? 2010 എങ്ങനായിരുന്നു നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ അവസ്ഥ? മതിയാവോളം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലൊക്കെ ദൈവം നൽകി തന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, 2011 ദൈവം നന്മ കൊണ്ട് നിന്നെ നിറയ്ക്കാൻ പോവുകയാണ്. മതിയാവോളം, മതിയാവോളം. സ്തോത്രം. ഹല്ലേലൂയ. മതിയാവോളം. സ്തോത്രം. മതിയാവോളം. ദൈവം നിന്നെ നന്മ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ഇത് പറഞ്ഞ ബാലസമൂഹങ്ങളും ഇരയിട്ടാതെ വിശന്നിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരു ഉറപ്പുകൂടെ ദൈവം നിനക്ക് തരികയാണ്. ഒരു വലിയ ഉറപ്പ് ദൈവം തരിക. യഹോവയെ അന്വേഷിക്കുന്ന നിനക്ക് ബാലസമൂഹങ്ങൾ ഇരയിട്ടാൽ വിശന്നിരിക്കാൻ സാധ്യത ഒട്ടുമില്ല എന്ന് നഹൂം പറയുക. കാര്യം സമൂഹം തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇര തേടി എവിടെയുണ്ടോ അവിടെ പോയി കണ്ടെത്തിക്കൊണ്ട് വന്ന് തന്റെ ബാലസമൂഹത്തിന് മതിയാവോളമാ കൊടുക്കുന്നത്.